എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് മുട്ടിൻ്റെ തേയ്മാനത്തിനുള്ള സാധ്യത കൂടുതൽ എന്ന് നമുക്ക് നോക്കാം. പുരുഷന്മാരുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇടുപ്പല്ല് അഥവാ ഹിപ്പ് ബോണിന് വലിപ്പം കൂടുതലാണ്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന്, അതായത് ഗർഭപാത്രത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുപ്പല്ല് കുറച്ചുകൂടി വലുതാണ്. ഈ വലിപ്പം കൂടുതൽ കൊണ്ട് തന്നെ നമ്മുടെ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ വെയ്റ്റ് നമ്മുടെ ഇടുപ്പല്ലിലൂടെയാണ് നമ്മുടെ നീ ജോയിൻ്റ്, അതായത് മുട്ട് വഴി കാലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ അവിടെ ഒരു മാറ്റം സംഭവിക്കുകയാണ്. പുരുഷന്മാരിൽ അത് സ്ട്രെയിറ്റ്ലി ഒരു ലൈൻ വഴി കടന്നു പോകുന്നു. നമ്മളിൽ കുറച്ചുകൂടി ഇടുപ്പല്ല് വലുതായത് കൊണ്ട് തന്നെ കുറച്ചൊരു ആംഗിൾ ചെയ്ത രീതിയിലാണ് നമ്മുടെ കാലിലേക്ക് ഈ ഒരു വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുട്ടിൻ്റെ ലാറ്ററൽ സൈഡിലേക്കാണ് കൂടുതൽ വെയിറ്റും വരുന്നത്. ഈ ലാറ്ററൽ സൈഡിലേക്ക് കൂടുതൽ വെയിറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ മുട്ടിൻ്റെ ചിരട്ട അവിടെ കൂടുതൽ സമ്മർദ്ദം നേരിടുന്നു. ഈ സമ്മർദ്ദം മൂലം ഈ മുട്ടിൻ്റെ ചിരട്ടയും അടിയിലുള്ള ആ ബോണും തമ്മിൽ നല്ല രീതിയിൽ ഒരസൽ അവിടെ സംഭവിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് അതിലെ കാർട്ടിലേജസ് ഒക്കെ ഡാമേജ് ആവപ്പെടുകയും അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ മുട്ട് തേയ്മാനം സംഭവിക്കുന്നത്. ഇതാണ് സ്ത്രീകൾക്ക് മുട്ട് തേയ്മാനം വരാനുള്ള ചാൻസ് കൂടാനുള്ള മെയിനായിട്ടുള്ള ഒരു റീസൺ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ചും നമുക്ക് ഈ ഒരു മുട്ട് തേയ്മാനത്തിലുള്ള ചാൻസസ് കൂടി വരുന്നുണ്ട്. നമ്മുടെ പുരുഷന്മാരെ അപേക്ഷിച്ച് നമുക്ക് വിസറൽ ഫാറ്റ് അഥവാ നമ്മുടെ ഹിപ്പ് ഏരിയയിലുള്ള ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലാണ്.